Hi, good morning students. Welcome our science class. What we are learning now? Digestion in human beings. Our lesson is lesson 2, nutrition in animals. Okay. First, digestive system in human beings has the different parts. What are they? Buccal cavity. പിന്നെ ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയും അല്ലേ. പിന്നെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, ഏനസ്, ഓക്കെ, റെക്ടം. ഇത്ര നമ്മൾ ഓൾറെഡി ഞാനൊന്നും ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞായിരുന്നു അല്ലേ. ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതാണ്, മൗത്ത് അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി അല്ലേ. ബക്കൽ ക്യാവിറ്റി അതിൽ ഏതൊക്കെ ഓർഗനാണോ ഉള്ളത്? ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് ടീത്ത്, ടങ് അല്ലേ. രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ മൗത്തിലേക്ക് ഷേക്ക് ചെയ്യുന്ന ഫുഡ് അത് ഗ്രൈൻഡ് ചെയ്ത് അല്ലേ, ടീത്ത് കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു മിക്സ് ചെയ്യുന്നത് ഏതാണ്? ടങ്ങാണ്. ടങ് അത് നമ്മൾ വേറെ ഇങ്ങോട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് എ ഡൈജസ്റ്റ് സിസ്റ്റം. ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി നമുക്കറിയാം ഏതൊക്കെയുണ്ട്. ടങ്ങുണ്ട്, ടീത്തുണ്ട്, പിന്നെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് അല്ലേ. സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവ. പിന്നെ നേരെ അത് എങ്ങോട്ടാണ് വരുന്നത്? ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇത് ഈസോഫാഗസ് ഓർ ഫുഡ് പൈപ്പ് അല്ലേ, അതിലേക്കാണ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം ഈസോഫാഗസ് ഈസ് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് അല്ലേ. സ്വാളോഡ് ഫുഡ് പാസസ് ഇൻ ടു ദ ഫുഡ് പൈപ്പ് ഓർ ഈസോഫാഗസ്. So food is pushed down by movement of the wall of the food pipe. അപ്പോൾ ഫുഡ് പൈപ്പ് വഴി ഇങ്ങനെ താഴോട്ട് പോകുന്നല്ലേ. ആക്ച്വലി ദിസ് മൂവ്മെൻറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ എലിമെൻ്ററി കനാൽ ആൻഡ് pushes the food downward. At times the food is not accepted by our stomach and is vomited. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഫുഡ് പൈപ്പിൽ കൂടെ പോകുന്ന ഫുഡ് സ്റ്റൊമക്ക് അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നേരെ ഏത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോരുക. അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, വോമിറ്റിംഗ് എന്ന് പറയും, അതായത് ഛർദ്ദിക്കുക എന്ന് പറയും. എന്താണ് വോമിറ്റിംഗ് എന്ന് പറഞ്ഞതാണ്, നമ്മൾ കഴിച്ച ഫുഡ് അത് ഫുഡ് പൈപ്പിലൂടെ നേരെ എവിടെ ചെല്ലുന്നു? സ്റ്റൊമക്കിൽ ചെല്ലുന്നല്ലേ. സ്റ്റൊമക്ക് അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നേരെ അത് റിട്ടേൺ ആയിട്ട് വരും. അതിനെയാണ് വോമിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ്, അപ്പോൾ ഫുഡ് പൈപ്പ് വഴി ചെല്ലുന്ന ഫുഡ് എവിടെ ചെല്ലും? സ്റ്റൊമക്കിലാണ് ചെല്ലുന്നത്. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ജെ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ്. ഒരു സാക്കാണ്, സഞ്ചി പോലെയുള്ള ജെ ഷേപ്പ് സ്ട്രക്ചറുള്ള ഒരു സാക്കാണ്. ഓക്കെ, ട്രൈ ടു സീ ദിസ് പിക്ചർ. ദിസ് ഈസ് എ സ്റ്റൊമക്ക് അല്ലേ. ജെ ഇങ്ങനെ തിരിച്ചെത്തിക്കുന്ന ഒരു ഷേപ്പ് അല്ലേ. അപ്പോൾ ഇവിടെയാണ് എന്ത്, ഫുഡ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റൊമക്കിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്ക് ഈസ് എ തിക്ക് വോൾഡ് ബാഗ് അല്ലേ. ഇറ്റ് ഷേപ്പ് ഈസ് ലൈക്ക് ഫ്ലാറ്റൻഡ് ജെ ഷേപ്പ്. ഇറ്റ് ഈസ് ദ വൈഡസ്റ്റ് പാർട്ട് ഓഫ് ദി എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി കനാലിൻ്റെ വൈഡസ്റ്റ് പാർട്ടാണ് ഇത് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് റിസീവ്സ് ഫുഡ് ഫ്രം ദി ഫുഡ് പൈപ്പ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺസ് ഇൻടു എ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അറ്റ് ദ അതർ. ഓക്കെ, അപ്പം ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൊമക്കിലാണ് ഇത് ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, സ്റ്റൊമക്ക് കണ്ടല്ലോ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദ ഇന്നർ ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്ക് സെക്രീറ്റ് മ്യൂക്കസ്. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈനിങ് സെക്രീറ്റ് ചെയ്യുന്നത് മ്യൂക്കസ് എന്ന് പറയും. മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈജസ്റ്റീവ് ജ്യൂസ്. ഓക്കെ, ഈ മൂന്നും സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈജസ്റ്റീവ് ജ്യൂസ്. ഓക്കെ, നിങ്ങൾ
സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? മ്യൂക്കസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈജസ്റ്റീവ്സ്. ഇനി ഇതിൻ്റെ ഓരോന്നിനും ഫങ്ഷനാണ്. മ്യൂക്കസ് എന്താണ് ചെയ്യുന്നത്? ആ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയ അങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ഫുഡിലൂടെ ചെല്ലുന്ന ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്. ഇനി ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞല്ലേ, ഡൈജസ്റ്റീവ് ജ്യൂസ് എന്താണ്? നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ആക്കി സിംപ്ലർ സബ്സ്റ്റൻസിലേക്ക് മാറ്റുന്നത് ഏതാണ്? സ്റ്റൊമക്കിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നമ്മൾ പറഞ്ഞു സ്റ്റൊമക്ക് നേരെ ഏതിലേക്ക് പോകുന്നു? സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് തുറക്കുന്നു പറഞ്ഞല്ലേ. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രി ഈസ് എ ഹൈലി കോയിൽഡ് ആൻഡ് ഈസ് അബൌട്ട് 7.5 മീറ്റർ ആണ്. അപ്പോൾ ഒരു ചെറുകുടൽ സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ലെങ്ത് എത്രയാണ്? 7.5 മീറ്റർ. എത്ര നീളമുണ്ട്? 7.5 മീറ്റർ. ഓക്കെ, 7.5 മീറ്റർ. ഓക്കെ, ദ ലിവർ ഈസ് എ അപ്പം നമ്മൾ സ്റ്റൊമക്കിനോട് ചേർന്നുള്ളതാണ് ലിവറും പാൻക്രിയാസും എന്ന് പറയുന്ന ഓർഗൻസ്. ലിവർ, പാൻക്രിയാസ്. ഓക്കെ, ക്യാൻ യു സീ ദിസ് പിക്ചർ? ദിസ് ഈസ് എ സ്റ്റൊമക് അറ്റാച്ച്ഡ് ദ ലിവർ ആൻഡ് പാൻക്രിയാസ്. ഓക്കെ, മുകളിൽ കിടന്നത് ലിവർ. പിന്നെ സ്റ്റൊമക്കിൻ്റെ ആ ഒരു താഴെയായിട്ട് പാൻക്രിയാസ് കാണുന്നുണ്ട്. ഓക്കെ, ഈ രണ്ടും അതായത് പാൻക്രിയാസും സ്റ്റൊമക്കും ഓരോ എന്താണ് എൻസൈം, ഡൈജസ്റ്റീവ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണ്? ഈ ഡൈജഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ലിവർ എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ ഗ്ലാൻഡ് ആണ് അല്ലേ. അപ്പുറം ഏതിൻ്റെയാണ്? അബ്ഡോമൻ അല്ലെ, വയറിൻ്റെ അബ്ഡോമൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് ലിവർ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി. ഇറ്റ് secrete bile juice that is stored in a sac called gallbladder. Okay, അപ്പം ഈ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്ന ജ്യൂസ് എവിടെ? ഗോൾ ബ്ലാഡറിൽ. ഗോൾ ബ്ലാഡർ കണ്ടോ? ലിവറിൻ്റെ തൊട്ട് താഴെ ഗോൾ ബ്ലാഡർ എന്ന് കണ്ടോ? ഓക്കെ, അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്താണ്? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ജ്യൂസ് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ ബൈൽ ജ്യൂസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് റോൾ എന്താണെന്നറിയാമോ? ഫാറ്റില്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഫാറ്റിനെ ഡൈജഷൻ നടത്തുന്നത് ഏതാണ്? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീന് ഇതിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. സിംപ്ലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെ, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസ്. ഓക്കെ, ദ പാർഷ്യലി ഡൈജസ്റ്റ്. അപ്പം ഈ ഒരു സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ച് അതായത് ഒരു 90% ഡൈജഷൻ നടക്കും അല്ലേ. So food now reaches the lower part of small intestine where the intestinal juice completes the digestion of all components of food. Okay, so the carbohydrate get broken into simple sugar. അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പഠിപ്പിച്ചാണ് കാർബോഹൈഡ്രേറ്റ് gets broken into simple sugar such as glucose fats into fatty acid and glycerol. പിന്നെ പ്രോട്ടീൻസിന് ഏതിലേക്കാക്കിയാണ് മാറ്റുന്നത്? അമിനോ ആസിഡ് ആക്കിയാണ് മാറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരാഗ്രാഫ് കണ്ടല്ലോ. ഓക്കെ, ഒന്നും കൂടെ വായിക്കാം. ദ ഇൻഡസ്ട്രിയൽ ജ്യൂസ് കംപ്ലീറ്റ് ദ ഫുഡ് ഡൈജഷൻ ഓഫ് ഓൾ കമ്പോണൻസ് ഓഫ് ഫുഡ്. ദ കാർബോഹൈഡ്രേറ്റ് ഗെറ്റ് ബ്രോക്കൺ ഇൻ ടു സിമ്പിൾ. ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് ഏത് ഫോമിലേക്കാണ് മാറുന്നത്? ഷുഗർ. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്. ഫാറ്റ് ഇൻറ്റു ഫാറ്റി ആസിഡിലേക്ക് മാറും അല്ലേ, ഗ്ലിസറിൽ. എന്നിട്ട് പ്രോട്ടീന് അമിനോ ആസിഡാക്കി മാറ്റും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്? ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ലിവർ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗോൾ ബ്ലാഡറിലാണ്, ഡൈജസ്റ്റ് ഫാറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് absorption in small intestine. Next is the absorption in the small intestine. Okay, page number 17 ആണ്. Okay, take your full text.
The digested food can now pass into the blood vessels in the wall of the intestine. This process is called absorption. എന്താണ് absorption എന്ന് പറഞ്ഞത്? ഡൈജസ്റ്റ് ഫുഡ് പാസ് ചെയ്യുമ്പോൾ എന്താണ് ബ്ലഡ് വെസൽസ് അല്ലേ, അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വോളിലുള്ള ബ്ലഡ് വെസൽസ് ഇത് അബ്സോർവ് ചെയ്യുന്നല്ലേ. The inner walls of the small intestine have thousands of finger-like outgrowth. These are called villi. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ 7.5 മീറ്റർ നീളമാണല്ലേ, അതിങ്ങനെ ചുരുണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇന്നർ വോളിൽ എന്താണ് ഒരു ഫിംഗർ ലൈക്ക് ഔട്ട്ഗ്രോത്ത് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് വില്ലി. ഓക്കെ, ക്യാൻ യു സീ ദിസ് പിക്ചർ? ദിസ് ഈസ് എ വില്ലി. വില്ലി എന്ന് അല്ല, വില്ലസ് എന്താണ് ഒരു ഫിംഗർ ടൈപ്പ് ഒരു പോർഷൻ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളതാണ്. ഇതിനെയാണ് വില്ലി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ സിംഗുലർ വില്ലസ്. The villi increase the surface area absorption of the digested food. അത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫോമിലേക്ക് അത് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്? അതായത് നമ്മളുടെ ഫുഡ് അബ്സോർപ്ഷൻ ചെയ്യുന്ന സർഫേസ് ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വില്ലി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, വില്ലസ്. Okay, each villus has a network of thin and small blood vessels close to its surface. The surface of the villi absorb digest food material. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് അബ്സോർബ് ചെയ്യുന്ന പോർഷൻ അല്ലെ ഭാഗം എന്ന് പറയുന്നത് വില്ലി അല്ലെ വില്ലസ്. ഓക്കെ, the surface of the villi absorb digest food material. The absorbed the digest food materials substance are transported അല്ലേ via the blood vessels the different organ. അപ്പം ബ്ലഡ് വെസൽസ് വഴി സ്മോൾ ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് അല്ലേ, അത് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് വെസൽസ് വഴി എല്ലാ ഭാഗങ്ങളിലേക്കും പാസ് ചെയ്ത് പോകുന്നല്ലേ. Okay, they are used to build complex substances such as the proteins required by the body. This is called assimilation. Okay, what is assimilation? Assimilation, the process in which the absorbed food is used for producing energy and growth is called assimilation. കേട്ടോ, അപ്പോൾ എന്താണ് അബ്സോർവ് ചെയ്ത ഫുഡ് അത് ആ എനർജി ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്നല്ലേ, അതിനെ പറയുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. The absorbed food components are transported by the blood vessels to different organs, tissues, cells. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് എല്ലാം പാസ് ചെയ്യുന്ന ഏത് വഴിയാണ്? ബ്ലഡ് വെസൽസ് വഴിയാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത് അല്ലെങ്കിൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടാണ് അല്ലേ, ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും പിന്നെ അത് നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചാണ് ഏതാണ്, അടുത്തത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ് പിന്നെ പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് നിങ്ങളുടെ പേജ് നമ്പർ 2 ഡൈജസ്റ്റ് സിസ്റ്റത്തിൽ ഓക്കെ കാണാമല്ലോ. ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അത് നേരെ എങ്ങോട്ട് തുറക്കുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു അല്ലേ. അപ്പം ഡൈജസ്റ്റ് ചെയ്ത ആ ഫുഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പം ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്നും പിന്നെ നേരെ എങ്ങോട്ട് പോകുന്നു? രക്തത്തിലേക്ക് പോയി ഏനസ് വഴിയാണ് അത് ഡൈജഷൻ നടക്കുന്നത് അല്ലേ. ഇപ്പം ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ വൈഡറാണ്, ഷോർട്ടറാണ് അല്ലേ, നീളം കുറവാണ് പക്ഷെ എന്താണ് വൈഡായിട്ട് അല്ലേ. 1.5 മീറ്റർ ലെങ്തേ ഉള്ളൂ. മറ്റത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എത്രയാണ്? 7.5 മീറ്റർ ലെങ്ത് ഉണ്ട്. ലാർജ് ഇൻറ്റസ്റ്റൈൻ എത്രയുള്ളൂ? 1.5 മീറ്റർ ഉള്ളൂ. എന്താണ് ഫങ്ഷൻ? എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്സോർബ് വാട്ടർ and some salt from the undigested food material. Okay, large intestine. Okay, the remaining waste passes into the rectum and remains there as semi-solid feces. The fecal matter is removed through the anus from time to time. This is called egestion. Okay, ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ഇജക്ഷൻ. വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ടുഡേ ക്ലാസ് ഈസ് ഓവർ. I will take the next part in next class.
You all are read this lesson and study. Okay, thank you.